അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയുന്നത് 5-7 ഇതാണ് സമയം. തിരിച്ചു പോരാൻ. ഞാൻ ഒരിക്കൽ ഒരു പ്രായമുള്ള കറുത്തരെ കണ്ടു, വളരെ പ്രായം. അപ്പോ ഞാനും കേട്ടോ, അത് കണ്ടവും തരണം കേട്ടോ. അതിന് പ്രാർത്ഥിക്കണം. പൊട്ടിക്കരയിൽ അറിയാൻ മാർഗം ഇല്ല, അതും അറിയാൻ പാടില്ല. കരച്ചിട്ടുണ്ടാകും ഇല്ല കേട്ടോ. കരഞ്ഞപ്പോഴാണ് മത്തായി 26:25 നമുക്ക് 22 61 പ്രവൃത്തി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ പത്രോസിനെ മാനസാന്തരത്തിലുള്ള ഇതാണ് സമാസം. ഇന്നത്തെ കാണുന്നത് ഏറ്റവും വലിയ പാപം, ഏറ്റവും മുതൽ മോർക്കും കേട്ടോ. അതാണ് ഞാൻ ചെയ്തത് പാപത്തിന് മോണ്ടാണ് കൃപ. അതുകൊണ്ടാണ് വിശുദ്ധർക്ക് കൃപകൾ കൂടുതൽ കിട്ടുന്നത്. നാം വിശുദ്ധ ജനമാണോ അല്ലയോ? സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ വിശുദ്ധ വന്നിട്ട് 1:10-9 നാം വിശുദ്ധ ജനമാണ്. വായിക്കരുത് വിശുദ്ധ ജനമാണോ? എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓരോരുത്തരും. രാജകീയ പുരോഹിതജനമാണ് നിങ്ങൾ. വിശുദ്ധ ജനമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ദൈവത്തിന്റെ ആര്? ജോലിക്കെടുത്തോ? സ്വന്തം ജനമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. അവൻ കൈകത്തിക്കണം. പ്രകീർത്തിക്കട്ടെ. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിളിച്ച് ഈശോയെ നമ്മൾ സ്വതന്ത്രം ചെയ്യുക. അപ്പോഴാണ് നമ്മൾ സർവശക്തി ഉപയോഗിച്ച് സ്വതന്ത്രം ചെയ്യണമെന്ന് പ്രഭാഷകൻ 43:30 ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് സ്വതന്ത്രം ചെയ്യാനായിട്ട് പ്രഭാഷകൻ 48 രൂപം വളരെ വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ടോ? ഈശോയെ എങ്ങനെയാ വിളിച്ചത്? ദൈവമേ കണ്ടോ? ആർക്കുപോലെ വിളിക്കണം. റോമ 8:14 വിശുദ്ധ പൗലോസ് പറയാണ്, അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. We are entitled to have the right to be called അബ്ബ പിതാവേ. കണ്ടോ? അങ്ങനെ വിളിക്കണം. ഒരുപാട് 19:5 ഹല്ലേലൂയ സകല മലക്കവർ സകല ദൈവത്തെ ആത്മാവിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നാം മാത്രം വിളിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ സ്തുതിച്ചതെങ്കിൽ കല്ലുകൾ സ്തുതിക്കും. കല്ലുകൾ ഗോവയിലെ എല്ലാ കല്ലുകളും സ്തുതിക്കും. നാം മാത്രം ഇങ്ങനെ ബലമായിട്ടിരിക്കുന്ന അഹങ്കാരികളായിട്ട്. കണ്ടോ? ലൂക്കാ 19:37 കാലത്തില് അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്ന 6-3-5 കാലത്തില് ഹോലി 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 എപ്പോഴും സകല തലമുറകളും സ്തുതിക്കണം എന്നോ ദൈവത്തെ സ്തുതിക്കുന്ന സംഗീതം 146 വാക്യത്തില് ഈശോയെ സ്തുതിക്കാനായിട്ട് ഒരിക്കലും മടിക്കരുത്. കയ്യിൽ ഉയർത്തി നിൽക്കുമ്പോൾ യുദ്ധമൊക്കെ ജയിക്കുന്ന അതുകൊണ്ടാണ്. ആ പുറപ്പാട് 17-14 മോസസ് എല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയിക്കുന്നത്. അമൂല്യതയുടെ തോറ്റു പോകുന്നത് കണ്ടോ? കരങ്ങൾ പവിത്രങ്ങളാണ് നമ്മുടെ കരങ്ങൾ. ഭയങ്കര പവിത്രമാണ് നമ്മുടെ കരങ്ങൾ. 1 തിമോത്തി 2:8 ദൈവം അതേ ഛായയിൽ തന്നെയാണ് സൃഷ്ടിച്ചത്. കണ്ടോ? ആദ്യത്തിന് പാഴയില്ലെന്നാണ് അവമാനം സൃഷ്ടിച്ചത്. 22:21-25 അതുകൊണ്ട് സ്ത്രീ എപ്പോഴും ബലഹീന മാത്രമാണെന്ന് പറയുന്നത്. വിശ്വാസത്തിന് ഏറ്റവും ഇഷ്ടമാരോടാണ്? സഹോദരന്മാരോടോ സഹോദരനോടാണ്? അറിയാൻ പാടില്ല. വേഗം കിട്ടുന്ന സൗകര്യമാണ്. ആകെ ഉപായമുണ്ടായിരുന്നു. ആരോഗ്യമാണ് ആദ്യമാണ് അറിഞ്ഞോ? ധൈര്യമായിട്ടുള്ളതാണ്. ഉണ്ടോ? അവനധികം വേഗം കിട്ടുന്നു. എന്തിനാ സംസാരിക്കാൻ കഴിയും? യാത്ര 3:2 രാവിലെ നിയന്ത്രിച്ചാൽ 7 കത്തകളിലോട്ട് വരും. നാളെ നിയന്ത്രിച്ചു റോക്കറ്റ് കയറി വരും ഈശോയിലോട്ട്. 2 തിമോത്തി 3:16 കൂടി രാവിലെ നിയന്ത്രിച്ചാൽ മതി. ശക്തി മുഴുവൻ നിയന്ത്രിച്ചു വരും. അതാ 33-1-11 കേൾക്കുക.
സർപ്പം ഏറ്റവും വലിയ എന്തോ സർപ്പമല്ല വിശ്വാസമാണ്. കഴിവില്ലാതെ ഒന്നും പറയാൻ സാധിക്കില്ല. മാലാഖമാരുടെ കൃപ വേണം, വിഷ്ണുവിന് കൃപ വേണം, സ്വരാജ്യമുള്ളതിന് കൃപ വേണം, എല്ലാ വേണമെങ്കിലും കൃപ വേണം. അതുകൊണ്ടാണ് കൃപയുടെ കീഴിൽ വരണം എല്ലാവരും. അതുകൊണ്ട് പ്രാർത്ഥന ശക്തിപ്പെടുത്തണം. അത് ദൈവത്തിന് ദാനം. കർത്താവിന് ഇഷ്ടമുള്ളവർക്ക് ദൈവം കൊടുക്കും. അതാണ് കർത്താവിന്റെ പ്രവർത്തനം. ദൈവം ശക്തിയിലാണ്. ഒന്ന് കൊറിന്തോസ് 4:20 വിശുദ്ധ പൗലോസ് പറയുന്നത് വാക്കുകളുടെ ശക്തിയിലാണ്. ഉണ്ടോ? ശക്തിയിലാണ്. ആ ശക്തി നമ്മളിലോട്ട് വരുന്ന ദൈവം ഏറ്റവും വലിയതായി നമ്മൾ പാപം മാത്രം നല്ല ചെയ്യാനറിയാമോ? നമ്മൾ പാപം മാത്രം നമുക്ക് അറിഞ്ഞുകൊണ്ട് അതാണ് ഇഷ്ടപ്പോഴും പറയുന്ന റോമ 7:24 അല്ലയോ ദുർബലനായ മനുഷ്യ. നാം വിചാരിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത്. മത്തായി 26:41 ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. പക്ഷെ ദൈവം ഈ ശരീരത്തെ തന്റെ ശരീരം പോലാക്കി തരും, വിശുദ്ധീകരിച്ചു തരും. ദൈവം ഇന്ന് കൊടുത്താൽ മതി. ഇതാ ദാസിയുടെ എളിമയോട് നിന്നാല് എളിമയോട് നിൽക്കണം. അതിനാണ് എളിമ. അതാണ് ഈശോ ശിഷ്യന്മാരുടെ എല്ലാവരുടെയും കാര്യവഴി ഞാൻ പറഞ്ഞത് 1:17 എന്നിട്ട് പത്രോസിനോട് പറഞ്ഞ ഞാൻ ചെയ്യുന്ന പോലെ നീ ചെയ്തില്ലെങ്കിൽ പങ്കില്ല. വചനം കേട്ടപ്പോ എല്ലാം ഓടി. ഈശോ പറഞ്ഞു എന്റെ രക്തവും മാംസം ഭക്ഷിക്കുന്നവൻ തിരിയുന്നുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുന്നത്. യോഹന്നാൻ 6:54 ഞാൻ നിന്നിലും ഈ എന്നിലുമാണെന്ന് പൂർണ്ണത ദൈവത്തിന്റെ പൂർണ്ണതയും പ്രോമിസ് ചെയ്തിരിക്കുന്ന ഈശോ. ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും വിട്ടുപോയിട്ടുണ്ടല്ലോ. വചനം കഠിനമാണെന്ന്. വചനമാണ് സത്യം. യോഹന്നാൻ 17:17 ഈശോയോട് ചോദിച്ച സത്യം എന്താണ്? അഭിഷ എന്താ പറഞ്ഞത്? ഫലമാണ്. എന്റെ കാര്യം ഇതാണെന്നല്ലേ ഈശോയാണ്. എന്റെ രാജ്യം ഐക്യമല്ല. യോഹന്നാൻ 18:36 അതുകൊണ്ട് മത്തായി യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപയോഗിക്കുന്നില്ല. നിങ്ങളോട് കേൾക്കാതെ വാക്കുകൾ ആത്മാവ് ജീവനുമാണ്. കേട്ട് വരുമ്പോ എങ്ങനെ വരും? വെട്ടി നമ്മൾ വിളിക്കും. യോഹന്നാൻ 15:2 ഒരു ദിവസം 1000 വചനം കേൾക്കണം. ഈശോ വചനമല്ല വെറുതെല്ലാം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് 3 കൊല്ലം കൂടുതലാണെന്ന് ശിഷ്യന്മാർക്ക് വല്ലതും മനസ്സിലായോ? 9:44 പ്രാർത്ഥിക്കുക കേൾക്കുന്നതാണെന്ന് ഇപ്പോഴും കേട്ട് കഴിഞ്ഞവർ ചോദിക്കുകയാണ്. അവർക്ക് അഗാധമായിട്ട് ഒന്നും ഗ്രഹിക്കാൻ സാധിച്ചില്ല. ഈശോ ഉയർത്തെഴുന്നേറ്റ് ആദ്യം വന്ന് ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? പറയാമോ? മഗ്ദലന എന്ത് പറയാമോ? പുള്ളിക്കാർക്ക് ഇഷ്ടം പോലെ ഭാവം ചെയ്തു. ലൂക്കാ 8:1-3 കാലത്തില് 7 വിശാക്ഷ വിട്ടുപോയിരുന്നു. വിട്ടുപോയി ആ സഹോദരിയാണ് കർത്താവ്. നിങ്ങൾ പുറകെയാണ് കർത്താവിന്റെ പുറകെ. മാർത്തായും മറിയുമുണ്ട്. ലൂക്ക 10:38-42 നടക്കുന്നത്. ഞാനൊരു കോൺവെന്റിൽ ചെല്ലുമ്പോൾ അവർക്ക് കോൺഷാർ പറഞ്ഞവർക്ക് നവിശേഷനെ കുറച്ച് ഗൗരവത്തോട് കൊടുക്കാനാണ്. കോൺവെന്റിൽ ചെന്ന് ഞാൻ ചോദിച്ചു, നവിശേഷൻ നിങ്ങൾക്ക് മാർത്തായാണോ മറിയമാണോ? അപ്പോൾ ഉത്തരം കൊടുക്കുന്നു പറയാമോ? ഇല്ല, മാർത്തായാണോ? കോൺവെന്റിയാണ് മാർത്ത. എല്ലാം മാർത്തമായിട്ട് പോയി. ഈശോയുടെ വചനത്തിലേക്ക് ജ്ഞാനം 6:11 വനത്തിൽ പറയാണ് കേൾക്കുക. ആരിലാണ് എന്തിനാണ് നാം അഭിലാഷം അർപ്പിക്കേണ്ടത്? എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും, പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും. സകലത്തിന്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല, വലിയവനെ മാനിക്കുന്നില്ല. അവിടുന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത്. അവിടുന്ന് എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്നത്. കർശനമായ വിചാരണ പ്രബലരെ കാത്തിക്കുന്നു. ഏകാധിപതികളെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, ജ്ഞാനം അഭ്യസിക്കുകയും വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരാണ്. അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തുന്നു. എന്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുന്നു, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുന്നു. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. തീവ്രാഭിനിവേശം, ഭയങ്കര അഭിനിവേശം. ചെറിയ കാണണം കൂട്ടി. അതാണ് ഈശോ പറഞ്ഞത്. യോഹന്നാൻ 20:29 കാണാതെ വിശ്വസിക്കുന്നു. കണ്ടാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുമോ? ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈശോനെ കണ്ടു മാതാപിതാക്കൾ ചെറുപ്പാനെ വിശ്വസിക്കുമോ? നിങ്ങൾ കണ്ട കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഭർത്താവിനോട് പറഞ്ഞ ഈശോനെ കണ്ടപ്പോൾ ഞാൻ വിശ്വസിക്കുമോ? സൈഫാണെന്ന് പറയും. എന്തൊക്കെയുണ്ടല്ലോ